ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തംബ്നെയിൽ കാണിച്ച പോലെ തന്നെ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് കറന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഒക്കെയാണ് കേട്ടോ. നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താലോ എന്ന് വിചാരിച്ചേ. ഇപ്പൊ സമ്മർ ഒക്കെയാണ് വരാൻ പോണേ. അപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോൾ എന്തായാലും മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റ് ആണ് സൺസ്ക്രീൻസ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങളും കൂടി ഒന്ന് വാങ്ങിക്കുക, ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് എന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഏത് സൺസ്ക്രീനാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്, ഡ്രൈ സ്കിന്നിന് അല്ലെങ്കിൽ ഓയിലി സ്കിന്നിന്, സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള സൺസ്ക്രീൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കാണിച്ചു തരുന്ന സൺസ്ക്രീൻ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലമ്മിൻ്റെ സൺസ്ക്രീനിൽ കൂടുതലും ഹൈലറൂണിക് ആസിഡും അതുപോലെ തന്നെ നിയാസിനാമൈഡും ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് തന്നെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു സൺസ്ക്രീനാണ് കേട്ടോ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു സ്റ്റിക്കി ടൈപ്പ് വരുന്നതാണ്. അത് നമുക്ക് ട്രാവലൊക്കെ പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്യാരി ചെയ്ത് പോകാൻ പറ്റുന്ന സൺസ്ക്രീനാണ് കേട്ടോ. സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യാത്തവരാണ് അല്ലെങ്കിൽ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ SPF 15 മുകളിലുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. PA+++, UVA+++ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. അതായത് മിനിമം ഒരു 50 മുകളിലൊക്കെ ആ ഒരു റേഞ്ചൊക്കെ അടിപൊളി സൺ പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീനാണ് കേട്ടോ. കാരണം ഇപ്പോഴത്തെ സൺലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഓസോൺ വിള്ളലൊക്കെ ഉണ്ടായത് കൊണ്ടിട്ട് അറിയാലോ, ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡീനെ നല്ല രീതിക്ക് തന്നെ ഡാമേജ് ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ല ചൂടുകാലമൊക്കെയാണ് വരാൻ പോണേ. അതുകൊണ്ട് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എപ്പോഴും സൺസ്ക്രീൻ കൂടി കരുതാം കേട്ടോ. ഒരു 2 hours ഒക്കെ കൂടുമ്പോൾ നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്ന സൺസ്ക്രീനൊക്കെ ഒട്ടും വൈറ്റ് കാസ്റ്റ് അല്ല കേട്ടോ. അതുമല്ല ഒട്ടും ഗ്രീസിയും അല്ല. നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് തന്നെ അബ്സോർബ് ആക്കുന്നുണ്ട്, നല്ല രീതിക്ക് തന്നെ ഹൈഡ്രേറ്റും ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സൺസ്ക്രീൻ എല്ലാം ഉപയോഗിക്കേണ്ട രീതിയും സൺസ്ക്രീൻ ഏതൊക്കെ തരത്തിലുണ്ടെന്നുള്ളതും ഇത് ഉപയോഗിക്കേണ്ട രീതിയെ കുറിച്ചിട്ടെല്ലാം അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറയാം കേട്ടോ. ഞാനിവിടെ കാണിച്ചേക്കുന്ന സൺസ്ക്രീൻ എല്ലാം തന്നെ അറൗണ്ട് 600 വരുന്നതാണ് കേട്ടോ. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ നൈക്ക, പർപ്പിൾ പോലെയുള്ള ഓൺലൈൻ സൈറ്റുകളിലും അവൈലബിൾ ആണ് കേട്ടോ. ചില സമയമൊക്കെ നമുക്കിതിൽ ഓഫറൊക്കെ കിട്ടാറുണ്ട്. എന്ന് വെച്ച് റേറ്റ് അധികമാണെന്ന് വിചാരിച്ച് ആരും വാങ്ങിക്കാതെ ഒന്നും ഇരിക്കരുത് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ പൈസ മുടക്കിയാലും കുഴപ്പമില്ല. പക്ഷേ നല്ല സാധനങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. വൈറ്റമിൻ ഡിനെ കുറിച്ചിട്ടും സൺസ്ക്രീനിനെ കുറിച്ചിട്ടും വിശദമായിട്ടുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യാമേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.